ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തുടരും മൂവി നൈറ്റ് കാണാനായിട്ട് പോവുകയാണ്. സോ ഞങ്ങളും റോഷ്നിയും ഉണ്ണിച്ചേട്ടനും ആദർശേട്ടനും അമ്മൂസും ആദർശേൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഞങ്ങൾ 8 പേരാണ് പോകുന്നത് അജന്ത തിയേറ്റർ. വണ്ടി ചെറുതായിട്ടൊന്ന് പണിയായിട്ടിരിക്കുകയാണ്. സോ അത് കഴിഞ്ഞ ആഴ്ച ഒന്ന് വീണു. അപ്പോൾ ഷോറൂമിലാണ് വണ്ടി. അപ്പോൾ നമുക്ക് മമ്മി ഇവിടെ ഇല്ല, ബ്രദറും ഇല്ല, പപ്പയില്ല. അപ്പോൾ ഇവർ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വണ്ടി നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. ഗൈസ്, ഞങ്ങൾ തുടരും മൂവി കാണാനായിട്ട് അജന്ത തിയേറ്ററിലെത്തി. സോ ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചില്ല, അപ്പോൾ കഴിക്കാനായിട്ട് പോവാണ്. കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അമ്മും ആദർശനൊക്കെ അടുത്തായതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് അവർ വരും. അപ്പോൾ ആതിര ചേച്ചി അവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് കടയിലോട്ട് പോവാണ്. അപ്പോൾ കഴിച്ചിട്ട് വരാവേ. അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തിയേറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലോട്ടറി കടയിലായിരുന്നു ആദ്യം ഉണ്ണിച്ചേട്ടൻ പോയത്. ഉണ്ണിച്ചേട്ടന് ലോട്ടറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വാങ്ങിച്ചാലും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഞങ്ങൾക്ക് 10 മണിക്കുള്ള ഷോ ആയതുകൊണ്ട് നമുക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ടും അമ്മു ആദർശേനും എത്തിയില്ല. ഇവർ മെയിനായിട്ട് ലേറ്റാവാൻ കാരണം എനിക്കും അമ്മുവിനും ഒട്ടും വയ്യായിരുന്നു. ഞങ്ങൾ എങ്ങനെ എ സിക്കകത്ത് ഇരിക്കുമെന്നൊക്കെ ടെൻഷനായിരുന്നു. ഞാനൊരു വിക്സ് മുട്ടായി കഴിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതാണ്. 10 മണിയായതുകൊണ്ട് മിക്ക കടകളും അടച്ചതുകൊണ്ട് ഇവരുള്ള എല്ലാ കടയിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവർ വാങ്ങിച്ചുകൊണ്ട് വന്നു. തിയേറ്ററിൽ നമുക്ക് പരിചയമുള്ള ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് രഹന ചേച്ചിയും ശരത്തേട്ടനും ടെസ്സയൊക്കെ വന്നത്. അങ്ങനെ ആദർശൻ്റെ സിസ്റ്ററും വന്നു, ഹസ്ബൻഡും വന്നു, ഇളയ മോനും വന്നു, മൂത്ത മോളും ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ മൂവി കാണാനായിട്ട് അകത്തോട്ട് കയറിയേ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് കണ്ടു. അപ്പോൾ എനിക്ക് അമ്മൂന് നല്ല ത്രോട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ GPay ചെയ്യാനായിട്ട് ഫോൺ ആദർശേൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ ആദർശേനെ നോക്കാനായിട്ട് ഞാനും അമ്മും പുറത്ത് പോയി. അപ്പോൾ ചേട്ടൻ അകത്തായിരുന്നു. നമ്മൾ അകത്ത് പോകുമ്പോഴത്തേക്കും ചേട്ടൻ പുറത്തായിരുന്നു. അങ്ങനെ ചേട്ടനെ കണ്ടുപിടിച്ചു. ഞങ്ങൾ കോഫി വാങ്ങിച്ചു. കുടിച്ചതിന് ശേഷം നമ്മൾ പോപ്കോണും വാങ്ങിച്ചിട്ട് നമ്മൾ മൂവി കാണാനായിട്ട് പോയി. മൂവി കണ്ടിരുന്ന് പോപ്കോൺ തീർന്നില്ല. കുറേ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എങ്ങനെയൊക്കെ കഴിച്ച് തീർത്തു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി നല്ല മൂവിയായിരുന്നു. തുടരും കണ്ടവർക്കെല്ലാം അറിയാം. ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തത് എനിക്ക് തോന്നുന്നു 1.5 മാസം 2 മാസത്തിന് കൂടുതലായി. ഞാൻ മറന്നുപോയി എഡിറ്റ് ചെയ്തിടാനായിട്ട്. അങ്ങനെ റോഷ്നിക്കാണെങ്കിൽ രണ്ടാമത് ഈ മൂവി കാണാനായിട്ടും തോന്നി. എനിക്കതുപോലെ തന്നെ ആയിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ മൂവി കണ്ടിട്ട്. അങ്ങനെ മൂവി ഒരു 1-1:30 ആയപ്പോഴത്തേക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദർശൻ്റെ ചേച്ചിയും ഹസ്ബൻഡൊക്കെ പോകാനായിട്ട് ഇറങ്ങി. വാവയും കൊണ്ട് കുറച്ച് ദൂരെ പോകാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വഴുതക്കാട് സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ളൊരു തട്ടുകടയിൽ കയറി ഫുഡ് വാങ്ങിച്ച് കഴിച്ചു. കറിയൊക്കെ ചെറുതായിട്ടൊന്ന് പുളിച്ചെങ്കിലും നമ്മൾ കഴിച്ചു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരൊക്കെ ഈ ചമ്മന്തി സാമ്പാറൊക്കെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ വെക്കുന്നതല്ലേ. ഞങ്ങൾ ഈ രാത്രി ഈ 2 മണി 1:30 കഴിക്കാൻ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ മാത്രം ദോശ പറഞ്ഞു. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. ഇച്ച സാധാ ദോശയും ബാക്കി എല്ലാവരും ബെറോട്ടയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ഞങ്ങളൊരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതല്ലേ. അപ്പോൾ കുറേ നേരം ആയല്ലോ റോക്കി സിറ്റിയും കണ്ടിട്ട്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ വിത്ത് അനദർ വീഡിയോ. ടാറ്റാ.